നമസ്കാരം, ഏവർക്കും ഇൻഫോ മീഡിയ കേരളത്തിലേക്ക് സ്വാഗതം. കേരളത്തിലെ സാധാരണക്കാരെ നേരിട്ട് ബാധിക്കുന്ന ഒരു പ്രധാന വാർത്തയാണ് എത്തിയിരിക്കുന്നത്. സാധാരണ കുടുംബങ്ങൾക്കും പെൻഷൻകാരനും കുറഞ്ഞ വരുമാനമുള്ള ആളുകൾക്കും ഇത് വലിയ തിരിച്ചടിയായിരിക്കുമോ? എന്തുകൊണ്ടാണ് ഈ വില വർധനവ്? ഇനിയും വില കൂടാൻ സാധ്യതയുണ്ടോ? എല്ലാം വിശദമായി കാണാം. അതിനു മുൻപ് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. സംസ്ഥാനത്ത് സപ്ലൈകോ വഴി വിതരണം ചെയ്യുന്ന ജനപ്രിയ അരിയുടെ വിലയാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത്. 1 കിലോയ്ക്ക് 2 രൂപയാണ് കൂട്ടിയത്. അതായത് മുൻപ് 25 രൂപ നൽകിയിരുന്ന 20 കിലോ പാക്കറ്റിന് ഇനി മുതൽ 27 രൂപ നൽകണം. ചിലർക്ക് ഇത് ചെറിയ വർധനവായി തോന്നാം, പക്ഷെ മാസത്തിൽ ഒന്നിലധികം പാക്കറ്റ് വാങ്ങുന്ന കുടുംബങ്ങൾക്ക് ഇത് വലിയ അധിക ചെലവാകും. ഇപ്പോൾ തന്നെ പച്ചക്കറി വില, വൈദ്യുതി ബിൽ, ഗ്യാസ് വില, യാത്രാ ചെലവ് എല്ലാം ഉയർന്നിരിക്കുകയാണ്. അതിനിടയിലാണ് അരിവിലയും കൂടിയത്. അതുകൊണ്ട് തന്നെ സാധാരണക്കാരിൽ ആശങ്ക കൂടുകയാണ്. എന്തുകൊണ്ടാണ് വില കൂടാൻ കാരണമെന്ന് നോക്കുമ്പോൾ അധികൃതർ പറയുന്നത് ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ അഥവാ FCI നൽകുന്ന അരിയുടെ വില ഉയർന്നതാണ്. കഴിഞ്ഞ മാസം FCIയിൽ നിന്ന് കിട്ടിയ അരിയുടെ നിരക്ക് കിലോയ്ക്ക് 22 രൂപ 50 പൈസയായിരുന്നു. എന്നാൽ ഈ മാസം അത് 23 രൂപ 25 പൈസയായി ഉയർന്നു. അത് 75 പൈസയുടെ വർധനവാണ്. പക്ഷേ സപ്ലൈകോ ഉപഭോക്താക്കൾക്കാണ് നിന്ന് 2 രൂപ അധികം ഈടാക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇവിടെയാണ് ആളുകൾക്ക് സംശയം വരുന്നത്. 75 പൈസ മാത്രമേ കൂടിയുള്ളൂ എങ്കിൽ എന്തിന് 2 രൂപ കൂട്ടി? ഇതിന് അധികൃതർ പറയുന്ന മറുപടി എന്താണെന്ന് നോക്കാം. സപ്ലൈകോ അധികൃതർ പറയുന്നത് പ്രവർത്തന ചെലവുകൾ വളരെ കൂടുതലായി വർദ്ധിച്ചുവെന്നാണ്. ഗതാഗത ചെലവ് വർദ്ധിച്ചു, സ്റ്റോക്ക് സൂക്ഷിക്കുന്ന ചെലവ് കൂടി, തൊഴിലാളികളുടെ ചെലവ് കൂടി, ഡീസൽ വിലയും ഉയർന്നു. ഇതെല്ലാം ചേർന്നാണ് വില കൂട്ടേണ്ട സാഹചര്യം വന്നതെന്ന് അവർ പറയുന്നു. അതോടൊപ്പം ദീർഘകാലമായി വില കൂട്ടാതെ തുടരുകയായിരുന്നുവെന്നും അധികൃതർ പറയുന്നു. അതിനാലാണ് ഇപ്പോൾ ഒരുമിച്ച് 2 രൂപ വർദ്ധിപ്പിച്ചതെന്നും അവർ വിശദീകരിക്കുന്നുണ്ട്. പക്ഷേ സാധാരണക്കാർക്ക് ഈ വിശദീകരണം പൂർണ്ണമായി അംഗീകരിക്കാൻ ബുദ്ധിമുട്ടാണ്. കാരണം ഇപ്പോൾ തന്നെ ജീവിത ചെലവ് വളരെയധികം കൂടിയിരിക്കുകയാണ്. ഒരു വീട്ടിൽ 4 പേരുണ്ടെങ്കിൽ മാസത്തിൽ വലിയ അളവിൽ അരി വേണം. അവർക്ക് ഈ വർധനവ് നേരിട്ട് ബാധിക്കും. പെൻഷൻ മാത്രം ആശ്രയിക്കുന്ന വയോധികർക്കും ഇത് ബുദ്ധിമുട്ടാകും. ദിവസവേതന തൊഴിലാളികൾക്കും ചെറിയ വരുമാനമുള്ള കുടുംബങ്ങൾക്കും ഇത് വലിയ സമ്മർദ്ദമാകും. സോഷ്യൽ മീഡിയയിലും നിരവധി ആളുകൾ പ്രതിഷേധം അറിയിക്കുന്നുണ്ട്. സാധാരണക്കാരന്റെ ഭക്ഷണത്തിനും ഇനി വില കൂടുന്നു എന്നാണ് പലരും പറയുന്നത്. കേരളത്തിൽ സാധാരണ ജനങ്ങൾക്ക് വലിയ ആശ്വാസമാണ് സപ്ലൈകോ. വിപണിയിലെ വില കൂടുമ്പോൾ സപ്ലൈകോ സ്റ്റോറുകൾ വഴിയാണ് പലർക്കും കുറഞ്ഞ നിരക്കിൽ സാധനങ്ങൾ ലഭിക്കുന്നത്. അരി, പഞ്ചസാര, പയർ, എണ്ണ തുടങ്ങിയവ പലരും സപ്ലൈകോയിൽ നിന്നാണ് വാങ്ങുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ വില കൂടുമ്പോൾ അത് ജനങ്ങളെ കൂടുതൽ ബാധിക്കും. പ്രത്യേകിച്ച് മധ്യവർഗ കുടുംബങ്ങൾക്ക് സപ്ലൈകോ വലിയ സഹായമാണ്. അതിനാലാണ് ഇപ്പോഴത്തെ തീരുമാനം വലിയ ചർച്ചയായിരിക്കുന്നത്. പലർക്കും FCI കുറിച്ച് വ്യക്തമായി അറിയില്ല. ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എന്നത് കേന്ദ്ര സർക്കാരിന്റെ സ്ഥാപനമാണ്. രാജ്യത്തെ ഭക്ഷ്യധാന്യ ശേഖരണം, വിതരണം തുടങ്ങിയ കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന സ്ഥാപനമാണിത്. സംസ്ഥാനങ്ങൾക്ക് അരിയും ഗോതമ്പും നൽകുന്നത് പ്രധാനമായും FCI വഴിയാണ്. അവിടെ വില കൂടുമ്പോൾ സംസ്ഥാനങ്ങളിലും അതിന്റെ സ്വാധീനമുണ്ടാകും. ഇപ്പോൾ കേരളത്തിലും അതാണ് സംഭവിച്ചിരിക്കുന്നത്. ഇപ്പോൾ പലർക്കുമുള്ള പ്രധാന സംശയം ഇതാണ്: ഇനി വീണ്ടും വില കൂടുമോ? ഇതിനുള്ള വ്യക്തമായ മറുപടി ഇപ്പോൾ ഇല്ല. എന്നാൽ FCI നിരക്ക് വീണ്ടും ഉയർന്നാൽ ഭാവിയിൽ വീണ്ടും മാറ്റം വരാൻ സാധ്യതയുണ്ടെന്നാണ് സാമ്പത്തിക വിദഗ്ധർ പറയുന്നത്. അതേസമയം സർക്കാർ സാധാരണക്കാരെ ബാധിക്കാത്ത രീതിയിൽ തീരുമാനങ്ങൾ എടുക്കുമെന്നാണ് പ്രതീക്ഷ. സംസ്ഥാനത്തിന്റെ നിലവിലെ സാഹചര്യം നോക്കുമ്പോൾ ഇപ്പോൾ സംസ്ഥാനം ഓരോ മാസത്തേക്കുള്ള സ്റ്റോക്ക് മാത്രമാണ് FCIയിൽ നിന്ന് വാങ്ങുന്നത്. മുൻപ് വലിയ അളവിൽ സ്റ്റോക്ക് എടുത്തിരുന്ന സാഹചര്യം ഇപ്പോൾ ഇല്ലെന്നാണ് റിപ്പോർട്ടുകൾ. അതുകൊണ്ട് തന്നെ നിരക്കിലെ ചെറിയ മാറ്റം പോലും സംസ്ഥാനത്തെ ബാധിക്കുന്നു. ബ്ലോക്ക് കുറയുകയോ വിതരണം വൈകുകയോ ചെയ്താൽ ഭാവിയിൽ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. ഒരു കുടുംബം മാസത്തിൽ 2 പാക്കറ്റ് അരി വാങ്ങുന്നുവെന്ന് കരുതാം. മാസത്തിൽ 4 രൂപ അധിക ചെലവ് വരും. വർഷം മുഴുവൻ കണക്കാക്കുമ്പോൾ ഇത് കൂടുതലായിരിക്കും. അതേസമയം മറ്റ് സാധനങ്ങളുടെയും വില ഉയരുന്നുണ്ട്. അതിനാൽ ചെറിയ വർധന പോലും സാധാരണ കുടുംബങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടാകും. ജനങ്ങൾ ഇപ്പോൾ സർക്കാരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് വില നിയന്ത്രണമാണ്. സാധാരണക്കാർക്ക് ആശ്വാസം നൽകുന്ന നടപടികൾ വേണമെന്നാണ് പലരും ആവശ്യപ്പെടുന്നത്. സബ്സിഡി വർദ്ധിപ്പിക്കണം, വില വർധനവ് കുറയ്ക്കണം, റേഷൻ സംവിധാനം കൂടുതൽ ശക്തമാക്കണം. ഇത്തരത്തിലുള്ള ആവശ്യങ്ങളാണ് ഉയർന്നത്. അപ്പോൾ ഇന്നത്തെ പ്രധാന വാർത്ത എന്തെന്ന് നോക്കൂ. സപ്ലൈകോ വഴി ലഭിക്കുന്ന ജനപ്രിയ അരിയുടെ വില 2 രൂപ വർദ്ധിച്ചു. മുൻപ് 25 രൂപയ്ക്ക് ലഭിച്ചിരുന്ന 20 കിലോ പാക്കറ്റിന് ഇനി 27 രൂപ നൽകണം. ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ നൽകുന്ന അരിയുടെ നിരക്കിൽ വന്ന വർധനയും പ്രവർത്തന ചെലവുകൾ കൂടിയതുമാണ് പ്രധാന കാരണങ്ങളായി പറയുന്നത്. ഈ തീരുമാനം സാധാരണ കുടുംബങ്ങളെ എങ്ങനെ ബാധിക്കുമെന്നതാണ് ഇനി ശ്രദ്ധിക്കേണ്ടത്. ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ അറിയിക്കുക.
ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നന്ദി, നമസ്കാരം.